കുട്ടിയോട് അനീതി കാട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. സംശയലേശമെന്നേ ഞാൻ പറയും കുട്ടിയോട് അനീതി കാട്ടി. ഈ വിഷയത്തെ 3 തലങ്ങളായി തന്നെ സമീപിക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്ന് വളരെ തീവ്രമായ നിലപാടുള്ള ചില സംഘടനകളുടെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വ്യക്തിപരമായി എനിക്കും ചില മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തോ പറഞ്ഞു എന്നുള്ളത്. അതിന്ന് അച്ഛനുമായി ഞാൻ രാവിലെ സംസാരിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. വളരെ കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്തിയതുമാണ്. ഒരു തരത്തിലും കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയോ കുട്ടിയുടെ കുടുംബത്തെയോ അപമാനിക്കുന്ന ഒരു നിലപാടും റിപ്പോർട്ടർ ചാനലിൻ്റെയോ വ്യക്തിപരമായ എൻ്റെയോ നിലപാടല്ല. മാത്രമല്ല, ഈ വിഷയത്തിൻ്റെ പല അടരുകളെ വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അന്നും ഇന്നും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി മാത്രമല്ല, ആ കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായം കൂടിയാണ്. ആ സമുദായം മാത്രമല്ല, ഇപ്പോൾ വേട്ടക്കാരനെന്ന് ആരെങ്കിലും കരുതുന്നൊരു സമുദായമുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ പ്രതിനിധികൾ കൂടി ഇരകളാണ് എന്നുള്ളതാണ്. അതാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു, സംശയത്തിൻ്റെ ലേശമെന്നേ കുട്ടിയോട് അനീതി കാട്ടിയിട്ടുണ്ട്. എന്നാൽ 3 പ്രധാനപ്പെട്ട തലങ്ങൾ ഇതിലുണ്ട്. 1, ഇതിൻ്റെ നിയമപരമായൊരു തലം. 2, രാഷ്ട്രീയമായത്. 3, സാംസ്കാരികമായ വൈകാരികമായൊരു തലം. ആദ്യത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ നേരത്തെ ജിമ്മി പറഞ്ഞതാണ്, നിയമപരമായി ഈ കേസ് നിൽക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ലൈവ് ലോയിലുള്ള റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഈ സ്കൂളിന് തിരിച്ചടി എന്ന നിലയിലല്ല ഇന്നത്തെ വിധി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നൊരു കാര്യമുണ്ട്. CBSE സ്കൂൾ ആയതുകൊണ്ട് DDക്ക് ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോട് എന്തെങ്കിലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിനകത്തെ ഓറലായിട്ട് കൊടുത്തിരിക്കുന്നൊരു കാര്യം. ഒരു കൊയേഴ്സീവായിട്ടും ഈ CBSE സ്കൂളിനോട് DDക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിൽ അതിനു വേണ്ടി ഒരു പ്രത്യേക ഓർഡർ ഞങ്ങൾ ഇറക്കുന്നില്ല എന്നാണ് ഓറലി പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കോട്ട് ചെയ്യുന്നത് ലൈവ് ലോയാണ്. വിധി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലാക്കിയിടത്തോളം ഒരു ഇൻറ്റീരിയം ഓർഡർ ഇറക്കിയിട്ടില്ല. പകരം സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മുന്നിൽ, രക്ഷിതാവിൻ്റെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി 2018 ഇറങ്ങിയ ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്. മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് വളരെ കൃത്യമായി ഒരു കുട്ടിയുടെ അവകാശവും ഒരു സ്ഥാപനത്തിൻ്റെ അവകാശവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒരു ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റ് നിലനിൽക്കുമെന്നുള്ളതാണ്. അത് നിർഭാഗ്യവശാൽ ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് ആർട്ടിക്കിൾ 19 ഉദ്ധരിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ അവകാശത്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാപനത്തിന്, അതായത് ക്രൈസ്റ്റ് സ്കൂളിന് അഥവാ ബാക്കി എല്ലാ പ്രൈവറ്റ് സ്കൂളുകൾക്കും അവരുടേതായ റെഗുലേഷൻസ് യൂണിഫോമുമായി ബന്ധപ്പെട്ട് നടത്താം. അതുകൊണ്ട് കുട്ടിയോട് അത് ധരിക്കാൻ, ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിക്കാനോ ഈ റെഗുലേഷൻ മാറ്റണമെന്ന് സ്കൂളിനോട് നിർദ്ദേശിക്കാനോ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജ്മെൻ്റാണ്. അന്ന് 2018 ഇതിലെ ആദ്യത്തെ കക്ഷി സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അന്ന് കേരള സർക്കാർ അപ്പീല് പോയി അത് തിരുത്തിയിരുന്നെങ്കിൽ, അഥവാ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് പോയി തിരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ കുട്ടിക്കും രക്ഷിതാവിനും നിയമപരമായൊരു പരിരക്ഷ അവിടെ കിട്ടുമായിരുന്നു. നിയമപരമായ പരിരക്ഷ നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വെച്ച് ഈ കുട്ടിക്കില്ല. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് ഇവിടെ പെട്ടെന്ന് മന്ത്രിയുടെ നിലപാട് നിയമപരമായി നിലനിൽക്കാതെയാവുന്നത് എന്ന ചോദ്യം പറഞ്ഞത്. അത് നിയമപരമായി എന്നത് മാത്രം നിങ്ങൾ കൂട്ടി വായിക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, 2022 ഇതേ സംസ്ഥാന സർക്കാർ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുന്ന സമയത്ത് യൂണിഫോമിൻ്റെ പരിധിയിൽ അന്ന് ഒരു കുട്ടി ആവശ്യപ്പെടുന്നു, ഹിജാബ് ധരിച്ചുകൊണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അന്ന് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അതിന് സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ വ്യക്തമായി പറയുന്നു, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോമിൽ ഹിജാബ് ഉൾപ്പെടുകയില്ല. അങ്ങനൊരു നിലപാട് സ്റ്റേറ്റ് സർക്കാർ എടുത്തിട്ടുണ്ട്. 2022 തന്നെയാണ് കർണാടകയിലെ ഹൈക്കോടതി, അത് സർക്കാർ സ്ഥാപനമാണ്, അവിടെ ഹിജാബ് വളരെ പെട്ടെന്ന് പൊടുന്നനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. നോക്കണം, അത് വളരെ വിചിത്രമായൊരു കേസാണ്. സമാനമായ കേസ് ബോംബെയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് കുട്ടിക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി. അത് അന്നുവരെ ഇല്ലാത്തൊരു നിയമം പുതുതായിട്ട് അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ഹിജാബ് ഊരി വരണം എന്ന് പറയുമ്പോഴാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. മാത്രമല്ല, കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ ഒരു ജഡ്ജി ഇത് എസൻഷ്യൽ പ്രാക്ടീസ് ആണെന്നും മറ്റൊരു ജഡ്ജി ഇത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന നിലപാടുമെടുത്തു. അഥവാ ഈ വിഷയത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാമോ, യൂണിഫോമിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന വിഷയം ഒരു ലാർജ് ബെഞ്ചിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ആ ബെഞ്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ നിയമപരമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് 2018 ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്. അതാണ് വസ്തുത 1. വസ്തുത നമ്പർ 2, ഇന്നത്തെ വിധിയിലും പറഞ്ഞിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് CBSE, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് നേരത്തെ ജിമ്മി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. മന്ത്രി ഒരു ഉത്തരവിടുമ്പോൾ, DD ഒരു ഉത്തരവിടുമ്പോൾ അത് നിയമപരമായ നിയമത്തിൻ്റെ കൂടി പിൻബലത്തിലാണോ? CBSE സ്കൂളിൻ്റെ യൂണിഫോം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ DDക്ക് ഇടപെടാൻ കഴിയുമോ? അബ്സല്യൂട്ട്ലി നോ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. കാരണം അത് CBSE ആണ്. അവിടെ KERO KSRO ആ അർത്ഥത്തിൽ CBSE സ്കൂളുകളുടെ കാര്യത്തിൽ പരിമിതമാണ് എന്നുള്ളതാണ്. അവിടെ ഈ വിഷയത്തിൽ DDക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ അത് ഒരു പക്ഷേ സർക്കാരിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായി എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇനി രണ്ടാമത്തത്, രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ മുതലെടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു ഭാഗത്ത് എൻ്റെ ചർച്ചയിലാണ്, രാവിലെ മോർണിംഗ് ഷോയിലാണ് ഈ PTA പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ വന്ന് സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വളരെ മാന്യമായി തന്നെയാണ് ചോദിച്ചത്, അങ്ങ് ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയാണോ? അങ്ങേക്ക് കാസിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം അത് പിന്നീട് തുറന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ NPP എന്ന് പറയുന്ന പാർട്ടിയുടെ, ക്രിസ്ത്യൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ പാർട്ടിയുടെ, നമുക്കറിയാം ആ പാർട്ടിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏതു പാർട്ടിയുടെ ചായ്വുണ്ട്? അത് BJPയുടെ ചായ്വുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് നിൽക്കുന്ന ഒരു PTA പ്രസിഡന്റാണ് അന്ന് നമ്മളോട് സംസാരിച്ചത്. ആ PTA പ്രസിഡന്റാണ് സ്കൂളിന് മുൻപേ തന്നെ, മാനേജ്മെന്റിന് മുമ്പേ തന്നെ ഏറ്റവും തീവ്രമായി പ്രതികരിച്ചതും ആദ്യം ബൈറ്റ് കൊടുക്കുന്നതും ആദ്യം വന്ന് പ്രതികരിക്കുന്നതും ഈ NPP നേതാവാണ്. അതിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമാണ് നേരത്തെ ജിമ്മി പറഞ്ഞത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിൽ നിൽക്കുന്ന പരിസരത്ത് ഒരു റോഡുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ആരുടെ മേലിലാണ് പരീക്ഷിക്കപ്പെടുന്നത്? വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ, അവളുടെ ഭാവി വിദ്യാഭ്യാസാവകാശത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മറുവശത്തേക്ക് നോക്കൂ, മറുവശത്തേക്ക് നോക്കിയാൽ വളരെ പെട്ടെന്ന് അവിടെ SDP വരുന്നത് കാണാം. SDP-യിലെ ആളുകളാണ് 3-ാമത്തെ ദിവസം ഈ പേരൻറ്റിനോടൊപ്പം അവിടെ പോകുന്നത് എന്നുള്ളതാണ് ഈ പ്രയറിൽ പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ടതല്ല, കോടതിയിൽ കൊടുത്തിരിക്കുന്ന പ്രയറിൽ പറയുന്നതാണ് ഞാൻ ഈ വായിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ SDP വിഷയത്തിൽ ഇടപെട്ടതും ഒരു ഭാഗത്ത് NPP ഇടപെട്ടതും ഇരുഭാഗത്തിനും രാഷ്ട്രീയമായ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും 3-ാമത്തെ ഭാഗമാണ് അതിൽ ഏറ്റവും പ്രസക്തമായത്. ഇന്നിപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും മിനിസ്റ്റർ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ 2 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുകളോട്, അദ്ദേഹം ആദ്യമെടുത്ത തീവ്രമായ നിലപാടിൽ നിന്ന് പിന്നീട് ഒരു സമവായ ചർച്ച വന്നപ്പോൾ സമവായം നടക്കട്ടെ, അത് നല്ലത് എന്ന നിലപാടെടുത്തു. ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശാലമായ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇത് ഞാൻ പറയുന്നത്, ആദ്യം ഞാനെടുത്ത നിലപാട് നിയമപരമായത് തെറ്റാണെങ്കിൽ പോലും, അഥവാ നിലനിൽക്കുന്നതല്ലെങ്കിൽ പോലും, അതിന് വിശാലമായ രാഷ്ട്രീയ സാംസ്കാരിക മാനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഭരണവർഗം ഒരു വംശീയതയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ആയുധമായി തങ്ങൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിലയുറപ്പിക്കുക? നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നീതി. അവിടെ മറ്റെല്ലാം അപ്രസക്തമാണ് എന്നുള്ളതാണ്. കാരണം ഒരു ഭൂരിപക്ഷ വർഗീയത അധികാരത്തിൻ്റെ സഹായത്തോടു കൂടി ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ പൊസിഷൻ നിങ്ങൾ എവിടെയാണ്, ഏത് പക്ഷത്തോടൊപ്പമാണ് നിൽക്കുക? നിങ്ങൾക്കവിടെ കേവലം റെഗുലേഷൻസിൻ്റെയോ നിയമത്തിൻ്റെയോ സാങ്കേതികത്വം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വിശാലമായ ഇടതുപക്ഷത്തിൻ്റെ ബോധ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി ഇപ്പോൾ ഈ തട്ടമിട്ട പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് വൈകാരികമായ തലം മാത്രമല്ല, സാംസ്കാരികമായ ഒരു തലം കൂടിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വായിക്കുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, സ്കൂളുകളിൽ വായിക്കുന്ന പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, സമ്പൂർണവും വൈവിധ്യവുമാർന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് വാചകം. ഇത് എവിടെ വായിക്കുന്നതാണ്? എല്ലാ സ്കൂളുകളുടെയും അസംബ്ലിയിൽ വായിക്കുന്ന പ്രതിജ്ഞയാണ്. എന്താണ് സമ്പൂർണവും വൈവിധ്യവുമാർന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാനുള്ള എൻ്റെ ശക്തി എൻ്റെ ചുറ്റും നിൽക്കുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ ചുറ്റും നിൽക്കുന്ന സമൂഹം, ആ വൈവിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ വൈവിധ്യത്തിൽ നിങ്ങളോടൊപ്പം ഒരു സാറാമ്മയുണ്ടാവും, നിങ്ങളോടൊപ്പം ഒരുപക്ഷെ ഒരു ബീവി ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഒരുപക്ഷെ ഒരു രാമനുണ്ടാവും. അപ്പോൾ രാമനും റഹീമും ഈ കൃഷ്ണനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, തോമസും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, മതത്തിൻ്റേതാണെങ്കിലും ശരി, നിങ്ങളുടെ സാംസ്കാരികമായിട്ടാണെങ്കിലും ശരി, വ്യത്യസ്ത ഭാഷകളുടേതാണെങ്കിലും ശരി, ആ വൈവിധ്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരിടമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് സ്കൂളാവാം, അത് പബ്ലിക് സ്കൂളാവാം. അപ്പോൾ അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന ഒരു സ്കൂളിൽ ഇനി ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ പ്രതിജ്ഞ എടുക്കും എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. കാരണം നിങ്ങളുടെ മുന്നിൽ വൈവിധ്യത്തെ തിരസ്കരിച്ചുകൊണ്ടൊരു ഉത്തരവ് വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിയമപരമായും ഒരുപക്ഷെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ സ്കൂളിന് അനുകൂലമാണ് ഇപ്പോഴത്തെ വിധിയെങ്കിലും സാംസ്കാരികമായി അതിനെ നിങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാൽ
എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുന്നത് സ്കൂൾ പ്രതിനിധാനം ചെയ്യുന്നൊരു പബ്ലിക് സ്പേസാണ്, ഒരു ഇൻക്ലൂസീവായ പബ്ലിക് സ്പേസാണ്. അതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റ് പിൻവാങ്ങേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് ഏതെങ്കിലും തരത്തിൽ കൊയേസീവായി ചെയ്യണമെന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, കോടതി ഉത്തരവ് അത് വിശദമായി തന്നെ കോടതി ഉത്തരവിൻ്റെ മാനങ്ങൾ പഠിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ അതിൽ അപ്പീൽ പോവുകയും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. ആ വിധി തിരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ പബ്ലിക് സ്കൂളിൽ പഠിച്ചു വന്നവരല്ലേ ജിമ്മി, സുനിൽ, സ്മൃതി. ആ പബ്ലിക് സ്കൂളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സുഹൃത്തുക്കൾ, അതിലൊരാൾ മുസ്ലിമും ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ ഹിന്ദുവും ചില ആളുകൾക്ക് മതമില്ലാതെ പഠിച്ചു വരുന്നവരും ഒക്കെയുള്ളവരല്ലേ നമ്മളുടെ ചുറ്റും വരുന്നത്. അവരുടെ ആരെങ്കിലും തട്ടം ഇട്ടുവരുന്നതോ തട്ടം ഇടാതെ പോകുന്നതോ, ഇനി ഇട്ടുവരുന്ന തട്ടം കാറ്റ് തിളകിപ്പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പോവുകയും തട്ടത്തിൽ പിടിച്ചു വലിച്ചു ഒക്കെ കളിച്ച് വളർന്നൊരു കാലം നമുക്കില്ലേ? ആ തട്ടമൊന്നും ഒരു പ്രശ്നമേ അല്ലാതിരുന്ന കോൺവെന്റ് സ്കൂളിലും അങ്ങനെയാണ്. ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തട്ടം വിട്ട് വരുന്ന പെൺകുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടം ഊരി കുട്ടികളോടൊപ്പം കളിച്ച് വീണ്ടും തട്ടം വിട്ട് തിരികെ പോവുകയും, പള്ളിയിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന കുട്ടികൾ, മദ്രസയ്ക്ക് പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന കുട്ടികൾ, അത് കഴിഞ്ഞാൽ തട്ടം മാറ്റുന്ന കുട്ടികൾ, ചിലർ തട്ടമിട്ടും തട്ടമിടാതെയും വരുന്ന കുട്ടികൾ. അതിൻ്റെ ഒരു സൗന്ദര്യം അവിടെയുണ്ട്. അത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞാൽ കുട്ടിയുടെ ചോയ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു വ്യവസ്ഥയുടെ ചോയ്സാണ്. അത് സുനിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭാഗികമായി യോജിക്കുന്നു. പക്ഷേ അപ്പോഴും ആ ബഹുസ്വരത, പ്രതിജ്ഞയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ബഹുസ്വരതയുടെ ഭാഷയും അതിൻ്റെ വ്യാകരണവും കുട്ടിക്ക് ഈ സ്കൂളിൽ നഷ്ടപ്പെടും. അതാണ് ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെക്കുറിച്ചുള്ള എൻ്റെ ആധിയും അതുതന്നെയാണ്. അധ്യാപികയുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ എന്നുള്ളത് അതിനെ വ്യത്യസ്ത തലങ്ങളിൽ വിമർശിക്കുന്നവരുണ്ട്. സ്വാഭാവികമായും അതിൽ നന്ദി പറഞ്ഞു, അതിൽ കാര്യമായ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. ഷോൺ ജോർജിനടക്കം നന്ദി പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഷോൺ ജോർജൊക്കെ എന്ത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതൊരു രാഷ്ട്രീയ വിമർശനമായിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മന്ത്രി ശിവൻകുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹൈക്കോടതിക്ക് പറഞ്ഞിട്ടുണ്ട്, ഷോൺ ജോർജിനും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ വഷളാക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് കൂടി നന്ദി പറയുന്നു എന്നുള്ളതിലായിരുന്നു അതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതൊരിക്കലും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അഥവാ ആ പണിക്ക് സിസ്റ്റർ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ എന്തായാലും അതൊക്കെ നമ്മൾ കേട്ടു. ആ സന്തോഷം യഥാർത്ഥത്തിൽ നിന്ന് സന്തോഷമല്ല ടീച്ചറിന് ഉണ്ടാവേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ നിന്ന് പോകുന്നത് TC വാങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഒരു കുട്ടി ആ സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഘനീഭവിക്കുന്ന ദുഃഖത്തിൻ്റെ അളവ് ചെറുതല്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ കൂട്ടുകാരികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആ കുട്ടിക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഉപപാഠം എന്ന് പറയുന്നത് ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ജിമ്മി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലേക്കാണ് ഈ കുട്ടി പോകുന്നതെങ്കിൽ അവിടെ ഈ കുട്ടിക്ക് സ്വതന്ത്രമായി ഹിജാബ് ഉപയോഗിക്കാനും ഹിജാബ് വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ കുട്ടിക്കുണ്ടെങ്കിൽ ഈ കുട്ടി പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠം കൂടിയാണ്. ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആ കുട്ടിക്കുണ്ടാവുന്നു. അത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അഭിമാനം ഈ കുട്ടിക്ക് കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉത്തം സിംഗിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഉദാഹരിക്കുന്നത് ഉത്തം സിംഗിനെ കുറിച്ചാണ്. ഉത്തം സിംഗ് തൻ്റെ പേര് മാറ്റിയിട്ട് 1940 ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം കോടതിയിൽ പറഞ്ഞത് എൻ്റെ പേര് ഉത്തം സിംഗ് എന്നല്ല, എൻ്റെ പേര് റാം മുഹമ്മദ് ആസാദ് എന്നാണ്. റാം മുഹമ്മദ് ആസാദ് എന്ന് പേര് പറഞ്ഞ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ വൈവിധ്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യത്തെ ആ കുട്ടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ആ സൗന്ദര്യം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്കൂൾ നിയമപരമായി വിജയിക്കുമ്പോഴും വൈകാരികമായും രാഷ്ട്രീയമായും പരാജയപ്പെട്ടു പോകുന്നത് ആ കുട്ടികൾക്ക് ഈ പ്രതിജ്ഞയുടെ ഉപപാഠം പറഞ്ഞു കൊടുക്കുന്നതിലാണ്. വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ മനോഹാരിതയിലാണ്. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നാക്കി മാറ്റുന്ന ഒന്നല്ല, വൈവിധ്യങ്ങളെ സമാനതകളായി കാണാൻ കഴിയുന്ന ഒരു പസിൽ എന്നതുപോലെ തന്നെ വൈവിധ്യങ്ങളെ ചേർത്തു പിടിക്കാൻ കഴിയുന്നതാവണം നമ്മളുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അത് കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമാകുമ്പോഴും ആ സ്കൂളിൽ ആ കുട്ടി TC വാങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ വൈകാരികമായി ഒരു പക്ഷേ കൂടുതൽ രാഷ്ട്രീയമായി വിശാലാർത്ഥത്തിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്കൂൾ മാനേജ്മെൻറ്റും ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് വീണ്ടും ആ ടീച്ചർമാരുള്ളത്, ഒരുപക്ഷെ മന്ത്രിയും ഇന്ന് റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് ഒരു ഉത്തരവായിട്ട് അദ്ദേഹം DDയുടെ ഉത്തരവായിട്ട് ഇറക്കിയെന്ന് മാത്രം. അതിന് നിയമപരമായ പരിരക്ഷ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ആ റിക്വസ്റ്റ് ആ കുട്ടിയെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വൈവിധ്യം ഒന്നും സംഭവിക്കില്ല. മാത്രമല്ല അതിൽ ഏറ്റവും അപകടകരമായ കാര്യം, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോട്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ അച്ഛനെയാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഈ ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടി ഭയമുണ്ടാക്കുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ആരോ ഒരാളിൽ നിന്ന് വന്നു എന്നാണ്. അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ കുട്ടിയോടും കുട്ടിയുടെ രക്ഷിതാവിനോടും ഈ പൊതുസമൂഹത്തോടും അവർ മാപ്പും പറയണം. കാരണം അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടും ഭയവും നിങ്ങൾക്കുണ്ടാവുന്നെങ്കിൽ ആ ഭയം അത്ര ലളിതമല്ല, ആ ഭയം അത്ര നിഷ്കളങ്കവുമല്ല എന്നുള്ളതാണ്. അത് അപരവിദ്വേഷത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഭയമാണ്. ആ അപരവിദ്വേഷം ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവുന്നത്, ചില പേരുകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവുന്നത്, ചില പേരുകളും ചില മേൽവിലാസവും കേൾക്കുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റിയും അരക്ഷിതത്വവും ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ കാണുന്നു. അത്
ഒരു പേരിൻ്റെ പേരിൽ ഒരു നടൻ ഒരു എയർപോർട്ടിൽ വെച്ച് പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പേരിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സിലബസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരു പേരിൽ കാമുകൻ നിൽക്കുന്നത് കൊണ്ട് ലവ് ജിഹാദ് എന്ന് വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേഷത്തിൻ്റെ പേരിൽ കാണ്ടമാലിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. റൈപ്പൂരിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കുരിശ് കണ്ടുകൊണ്ട് വാഹനം തടഞ്ഞ് ഒറീസയിൽ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ചിഹ്നങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വംശീയ കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് ടീച്ചറോട് പറയാനുള്ളത്, ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശത്തെ, കുട്ടിയുടെ അവകാശത്തെ നമ്മൾ ഹനിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് വൈകാരികമായ സാംസ്കാരികമായ തലത്തിലാണ്, നിയമപരമായി ഇപ്പോഴും കോടതി വിധിയാണ് നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനും മേൽക്ക് നമ്മുടെ രാഷ്ട്രീയ ബോധ്യം വളരണം. ഇന്ന് മിനിസ്റ്റർ കാണിച്ചത്, ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിച്ച ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചേർത്തുപിടിക്കലിൻ്റെ, കരുതലിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ശിരോവസ്ത്രമല്ല, പകരം ആ വസ്ത്രം ഏത് ശിരസിലിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി തീരുന്നത്. ഇട്ടിരിക്കുന്നത് ടീച്ചറാകുമ്പോൾ, അധികാരമുള്ളവരാകുമ്പോൾ അതിന് ന്യായീകരണം ഉണ്ടാവുകയും ഇട്ടിരിക്കുന്നത് ഒരു കുട്ടിയോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ ആകുമ്പോൾ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ആ വസ്ത്രം ധരിക്കുന്ന ശിരസിലുള്ള വ്യത്യാസമാണ്. ശിരസിനേക്കാൾ വലിയ ഒരു ഹൃദയം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടിക്ക് അനീതിയാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ മിനിസ്റ്ററുടെ നിലപാടും പൂർണ്ണമായും ശരിയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട് പക്ഷേ അപ്പോഴും DDയുടെ ഇടപെടൽ നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. Meet the editors.